വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ചെമ്മീൻ വടയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു 250 ഗ്രാം ചെമ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പെരിഞ്ചീരകം, പിന്നെ ചതച്ച മുളക്, ഇത്രയും സാധനങ്ങൾ നമുക്കിതിനായി ആവശ്യമുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ ചേരുവകളും ചേർക്കാം. പെരിഞ്ചീരകം നമ്മളിവിടെ ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച മുളക് പൊടിയാണ് ചേർക്കുന്നത്. ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ചതച്ച മുളക് ചേർക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിതിലേക്കൊരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിവയൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ച് ഈ പരുവത്തിലായിട്ടുണ്ട്. ചെമ്മീനെല്ലാം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇവ അരച്ചത് കിട്ടുക. നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടി നമ്മൾ അരക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നമ്മളുടെ കയ്യിലെടുത്ത് നമുക്കൊന്ന് ഷേപ്പാക്കി നമുക്കിഷ്ടമുള്ള ഷേപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഇവിടെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രൈ ആവാനുള്ള വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വെളിച്ചെണ്ണയെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരട്ടെ. വെളിച്ചെണ്ണയെല്ലാം ചൂടായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഷേപ്പാക്കി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റു എല്ലാം നമുക്ക് തയ്യാറാക്കാം. നമ്മൾ ആദ്യം ഇട്ടത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെമ്മീനെല്ലാം ഒന്ന് വെന്ത് വരെയും വേണമല്ലോ. അപ്പോൾ ഇവിടെ ഒരു വശം തയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു വശമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. മറുവശം വേവാനായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ വട അല്ലെങ്കിൽ ചെമ്മീൻ ഫ്രൈ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിൽ ചിലവർ കുറച്ച് പരിപ്പ് ചേർത്തും ചെയ്യാറുണ്ട്. വളരെ തിക്നെസ്സിലൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉള്ളു വേവാനായിട്ട് കുറയും. അപ്പോൾ കുറച്ച് തിക്നെസ് കുറച്ച് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ വട തയ്യാറായിട്ടുണ്ട്. താങ്ക് യു.